രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന സൂചന ലഭിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. ആരും തെറ്റിദ്ധരിക്കേണ്ട, MLA സ്ഥാനമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PR പ്രവീണ ചേരുന്നുണ്ട്. പ്രവീണ, എന്തായാലും ഇതിൽ രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് രാജിവെച്ചു എന്ന് തന്നെ വേണോ ഇപ്പോൾ മനസ്സിലാക്കാൻ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇക്കാര്യത്തിൽ പാർട്ടി ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനില്ല എന്നറിയിച്ചു. സ്വാഭാവികമായും രാജി ആവശ്യപ്പെട്ടു. അതിന് പ്രകാരമാണ് ഇപ്പോൾ രാജി ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതായത് ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അതേസമയം ഫോൺ കട്ടായി, ഇപ്പൊ തിരിച്ചു വരും പ്രവീണ. രാഹുൽ രാജിവെച്ചു എന്നുള്ള വിവരമാണ് പ്രവീണ തന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അതിന്റെ തുടർച്ചയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. നേരത്തെ പ്രവീണ വീണ്ടും ചേരുന്നുണ്ട്. പ്രവീണ, തുടരാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത് ദേശീയ നേതൃത്വത്തിന് ഇമെയിൽ വഴി കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് ലഭിക്കുന്ന സൂചനയിലുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന നേതൃത്വം എടുത്തത്. ഇതിന്റെ ഉത്തരവാദിത്വം കൂടി പാർട്ടിക്ക് ഈ സമയത്ത് എടുക്കാനാകില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്, പ്രചരിക്കുന്ന ഓഡിയോയിൽ പറയുന്നത് എന്താണ്, ചാറ്റുകളിൽ പറയുന്നത് എന്താണ് എന്നുള്ളത് രാഹുൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കണം. അതിനുവേണ്ടി മാധ്യമങ്ങളെ കാണണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയതിന് പിന്നാലെയാണ് രാജിക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. എന്തായാലും രാഹുൽ രാജി കൈമാറി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. റൈറ്റ്, പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടൂരിലെ വസതിയിൽ എന്നുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി ഈ ഘട്ടത്തിൽ തയ്യാറല്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നുള്ള സൂചന. അത് മാധ്യമങ്ങളെ അറിയിക്കുക കൂടി ചെയ്യാനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ തുടങ്ങുന്നത് എന്നും വേണം മനസ്സിലാക്കാൻ. നേരത്തെ പ്രവീണ, രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ ഏറെ വിവാദങ്ങൾക്കൊപ്പമായിരുന്നു. കാരണം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്ന ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ട്. അതിൽ പോലീസ് അന്വേഷണം തുടരുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. തീർച്ചയായും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നേരത്തെ പ്രവീണ റിപ്പോർട്ട് ചെയ്ത മട്ടിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അതിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും പരുവപ്പെടുകയും പുതിയ ഗ്രൂപ്പുകൾ ഉരുവം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നീക്കങ്ങളെ മൊത്തത്തിൽ ഒന്നുണർത്തുന്ന ഒരു വിഷയമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു പവർ ഗ്രൂപ്പ് തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയടിക്ക് ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അവിടെ നിന്ന് നേരെ പാലക്കാട് MLA ആയി വരുന്നു. ഇതിനെല്ലാം ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു. എത്ര തന്നെ എതിർത്താലും, എത്ര തന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞാലും നേരത്തെ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തിയിരുന്നത് VD സതീശൻ, ഷാഫി പറമ്പിൽ ഈ ഗ്രൂപ്പുകളായിരുന്നു. അപ്പോൾ ഒരു പവർ ഗ്രൂപ്പായി പാർട്ടിക്കുള്ളിൽ മാറുന്നു. എല്ലാ തീരുമാനങ്ങളുടേതായി മാറുന്നു. അത് യൂത്ത് കോൺഗ്രസിനുള്ള തീരുമാനങ്ങൾ, യൂത്ത് കോൺഗ്രസിനുള്ളിലെ നിയമനങ്ങൾ, അതായത് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനങ്ങളിലടക്കം അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും പിടിമുറുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ മുറിവുറുപ്പുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ ശേഷം ആദ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്ന പ്രശ്നം അദ്ദേഹം തിരക്കുള്ളൊരു MLA ആയി മാറുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ 2 പദവിയിൽ നിന്ന് ഒഴിവാക്കി ഒറ്റ പദവിയാക്കണം എന്നുള്ളതായിരുന്നു. അന്ന് ഈ പവർ ഗ്രൂപ്പ് ഇടപെട്ടാണ് ആ പവർ ഗ്രൂപ്പിന്റെ പവർ എത്ര വലുതായിരുന്നു എന്നത്, അല്ലെങ്കിൽ അവരാഗ്രഹിച്ചിരുന്ന പവർ എത്ര വലുതായിരുന്നു എന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കാരണം